ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1994 വർഷം പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഈ തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. 1994 ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെ 5ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത്. ഈ തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ വലിയ പങ്കാളിത്തത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. പറഞ്ഞു തീരാത്ത കഥകളും കേട്ടുതീരാത്ത പരിഭവങ്ങളും ബാക്കിവെച്ച് സമൂഹത്തിന്റെ നാനാതുറകളിലേക്ക് കുടിയേറിയവർ വീണ്ടും ഒത്തൊരുമിച്ചു. 56ഓളം പേരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. പൂർവ്വ വിദ്യാർത്ഥി അംഗമായ സിജു വീടി നിർദ്ദേശിച്ച ഈ തണലിൽ ഇത്തിരി നേരം എന്ന് ആലേഖനം ചെയ്ത കേക്ക് മുറിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അച്ചടക്കത്തോടെ ക്ലാസ്സിലിരുന്നവർ വീണ്ടും അതേ അച്ചടക്കം പാലിച്ച് ഹാജർ നൽകിയതും മറക്കാനാകാത്ത അനുഭവമായി മാറി. പഴയകാല കഥകൾ പറഞ്ഞും കൂട്ടുകൂടിയും വഴക്കുകൂടിയും ഒരേ ബെഞ്ചിലും ഒരേ ക്ലാസ്സിലും ഇരുന്ന് പഠിച്ചവർ 1994 ശേഷം വിവിധ തലങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ട് പരസ്പരം അകന്നതിനു ശേഷം ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി മാറി വന്നപ്പോൾ വീണ്ടും ഒത്തുചേരണമെന്ന ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 5 വർഷങ്ങൾക്ക് മുൻപ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. ആ പഴയ കൂട്ടായ്മ ഇപ്പോഴും തുടർന്നു വരുന്നു. തുടർച്ചയായ 5ാം വർഷമാണ് ഇവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത്. ഒരു ദിവസം മുഴുവൻ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറി. ജീവിതത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളെയും ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് പഴയ കളിക്കൂട്ടുകാർക്കൊപ്പം ഒത്തുചേരുകയെന്നത് വലിയ സന്തോഷമുള്ള അനുഭവമായി മാറി എല്ലാവർക്കും. യൂസഫ് കാമ്പത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ചെറിയ വിവിധ മത്സരങ്ങളും നടന്നു. കുറച്ചുകൂടി വിപുലമായിട്ട് കൂടണമെന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ 1 മാസക്കാലമായി നമ്മുടെ പ്രിയപ്പെട്ട ശിവസാർ ഇതിന്റെ പുറകിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയും ഇങ്ങനെ കുറച്ചു പേര് കൂടി എത്താനുണ്ട്. ഏകദേശം ഒരു 12 കൂടി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട താരം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിബു PA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 94 മികവോട്ട് പാവാടയൊക്കെ ഇട്ട് വളരെ ഭംഗിയായി പഠിത്തത്തിൽ മാത്രമാണ് നമ്മൾ ലേശം പുറത്തു പോയിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും മുൻപന്തിയിലായിരുന്നു. ആ മധുര സ്മരണകള് നെല്ലിക്ക പോലെ അന്ന് നമുക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഓർക്കുമ്പോ ഇതിനൊക്കെ എത്ര മാധുര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. അതിന്റെ എല്ലാ സൂക്ഷ്മ തലങ്ങളിലും നമ്മൾ അതിന്റെ സുഖം അനുഭവിച്ചിട്ടുണ്ട്. ആ ഓർമ്മയാണ് ഇപ്പൊ വീണ്ടും നമ്മളെ ഇവിടെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ കൂടി നമ്മളിവിടെ വരുമ്പോ ആ പഴയ കൂട്ടായ്മ ഒരു 10-30 കൊല്ലം ചാരം മൂടിയ കനൽ പോലെ നമ്മുടെ ഉള്ളിൽ മങ്ങാതെ കിടന്ന ആ ഓർമ്മകൾ വീണ്ടും പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളെ വളരെ മനോഹരമാക്കി തീർക്കേണ്ടതുണ്ട്. ഈ ബാച്ചിൽ നിന്നും പഠിച്ചിറങ്ങി ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആവോലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും മത്സരിക്കുകയും തെരഞ്ഞെടുക്കപ്പെടുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത ഫെമിന അഷ്റഫിനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ആദരിച്ചു.
രജനി, പ്രവിത ലക്ഷ്മി, ഇൻഷ, നിഷ, ശ്രീജ പി മണി, സാദിഖ്, മൊയ്തീൻ പായ്പ്ര എന്നിവരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് നേതൃത്വം നൽകിയത്. വീണ്ടും ഒത്തുചേരാം എന്ന ഉറപ്പോടെയാണ് എല്ലാവരും പിരിഞ്ഞത്.